ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ ഈ പ്രഭാത സായാഹ്ന മീറ്റിങ്ങിലേക്ക് ഞാൻ എല്ലാവരെയും സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഈ മീറ്റിംഗ് നടക്കുന്നതിന് കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഇന്ന് നമ്മോട് തിരുവനന്തപുരം സംസാരിക്കുന്നത് പാസ്റ്റർ സാം തോമസ്, ഗിൽഗാൽ പെൻറ്റക്കോസ്റ്റൽ അസംബ്ലി, മൗണ്ട് പ്രോസ്പെക്ട്, ഷിക്കാഗോ. കർത്താവിൻ്റെ ദാസന് ഈ പ്രയർ മീറ്റിങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം, ഈ പാസ്റ്റർ 3 വർഷമായിട്ട് ഈ ചർച്ചിൽ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനു മുമ്പ് ഇരുന്നത് പാസ്റ്റർ MG ജോൺസൺ ആയിരുന്നു. പാസ്റ്റർ MG ജോൺസൺ നമ്മുടെ ഈ പ്രയർ ലൈനിൽ വന്ന് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. പാസ്റ്റർ MG ജോൺസൺ നമ്മുടെ ജോൺസൺ ജോഷുവ പാസ്റ്ററുടെ ഒരു അധ്യാപകനും കൂടെയാണ്. നാട്ടിൽ തിയോളജി പഠിപ്പിച്ചതാണ്. ഏതായാലും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം തോമസിനെ കഴിഞ്ഞ ദിവസമാണ്, 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് എനിക്ക് പരിചയപ്പെടുവാനായിട്ട് കഴിഞ്ഞത്. പാസ്റ്ററിനോട് പറഞ്ഞപ്പോൾ തന്നെ സന്തോഷത്തോടുകൂടെ ക്ഷണം സ്വീകരിക്കുകയും നമ്മുടെ മധ്യത്തിലായിരിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന് കാനഡയിൽ ഇമിഗ്രൻ്റായിട്ട് വന്നതാണ്. എന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു ചർച്ചിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ കുടുംബമായിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ ദാസന് പറയുന്നതിന്, ആത്മാവ് നടത്തുന്നത് പോലെ പറയുന്നതിന് സാവകാശമുണ്ടല്ലോ. കർത്താവിൻ്റെ ദാസന് അടുത്ത 30 മിനിറ്റ് ഉണ്ട്. ഇവിടുത്തെ സമയം 8:25 വരെ, 25-28 വരെ സമയമുണ്ട്. കർത്താവിൻ്റെ ദാസൻ തിരുവചനം സംസാരിക്കുമ്പോൾ ദയവായിട്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമേ എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. പാസ്റ്റർ സാം തോമസ്. ആമേൻ. ഹല്ലേലൂയ. സന്ധ്യാസമയത്ത് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ കർത്താവ് പാസ്റ്റർ അനീഷ് ത്രൂ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതിനായി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ആമേൻ. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുവാണെങ്കിൽ, എൻ്റെ വല്യപ്പച്ചൻ തമിഴ്നാട്ടിൽ സുവിശേഷ വേലയ്ക്ക് 65-70 വർഷത്തിന് മുമ്പേ വന്നതുകൊണ്ട് ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ചെന്നൈയാണ്. അത് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിലും കുറേ ശുശ്രൂഷ ചെയ്തതിന് ശേഷം രാജസ്ഥാനിൽ ഒരു 5 വർഷം അവിടുത്തെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാൻ, ഫിലദൽഫിയ ബൈബിൾ സ്കൂളിൽ ഉദയ്പൂരിൽ പഠിപ്പിക്കുവാനും, അത് കഴിഞ്ഞ് 26 വർഷത്തോളം ഗുജറാത്തിൽ പല 3 സഭകൾ സ്ഥാപിപ്പാനും അവിടെ പാസ്റ്ററൽ മിനിസ്ട്രിയും ടീച്ചിങ്ങും മ്യൂസിക് മിനിസ്ട്രിയും ഇതെല്ലാം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അത് കഴിഞ്ഞ് ആണ് കാനഡയിൽ വന്നത്. കാനഡയിൽ 5 വർഷം അവിടെ ശുശ്രൂഷിച്ചു. ദൈവം എനിക്ക്, എൻ്റെ വൈഫിൻ്റെ പേര് ഗ്രേസ് എന്നാണ്, 2 മക്കളെ തന്നു. ഒരു മോൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഇവിടെ പഠിക്കാൻ വന്നതാണ്. മോള് കാനഡയിൽ കുടുംബമായിട്ട് അവിടെ ആയിരിക്കുന്നു. അങ്ങനെ ചർച്ച് മിനിസ്ട്രി, ടീച്ചിങ്, മ്യൂസിക് മിനിസ്ട്രി, വർഷിപ്പിൻ്റെ മിനിസ്ട്രി ഇതെല്ലാം കൂടെ ആയിരുന്നാൽ കാനഡയ്ക്ക് വന്നതിന് ശേഷം മ്യൂസിക് മിനിസ്ട്രിയിൽ ഒത്തിരി ഇൻവോൾവ് ആകുന്നില്ല. കാര്യം ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ പാടാനും പ്ലേ ചെയ്യാനൊക്കെ ഉള്ളത് കൊണ്ട് ഞാനതിൽ, എന്നാൽ ഇപ്പോൾ 3 വർഷമായിട്ട് ഇവിടെ, ഓൾമോസ്റ്റ് 3 years ആയിട്ട് ഇവിടെ ആയിരിക്കുന്നു. ദൈവം ഈ സഭയിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്ന സമയം വരെ കർത്താവിൻ്റെ വിശ്വസ്തത സാക്ഷികളായി നിൽപ്പാൻ നിങ്ങളും പ്രാർത്ഥിക്കണം. കാര്യം കാലം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. സഭാ ശുശ്രൂഷ അത്ര ഈസി അല്ല ഈ വന്ന കാലങ്ങളിൽ. ഫസ്റ്റ് ഓഫ് ഓൾ. 2, വിശ്വസ്തത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എല്ലാ മേഖലകളിലും. അത് ജോലികളിലായാലും ശുശ്രൂഷകന്മാരുടെ ഇടയ്ക്കാണെങ്കിലും വിശ്വാസികളുടെ ഇടയ്ക്കാണെങ്കിലും വിശ്വസ്തരായി നിൽക്കുന്ന ആൾക്കാർ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫഷണലിസം വളരെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാലത്തിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി നിലനിൽക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കർത്താവ് ഇന്ന് ലൈനിൽ വന്നിരിക്കുന്ന ഓരോരുത്തരെയും, വിശേഷാൽ പാസ്റ്റർ അനീഷിനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവരുടെ ശുശ്രൂഷകളെ കർത്താവ് മാനിക്കട്ടെ. ഒരിക്കൽ കൂടി ഇന്ന് സന്ധ്യാസമയത്ത് ബീയിങ് ഫെയ്ത്ത്ഫുൾ വെയർ യുവർ പ്ലേസ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇംഗ്ലീഷ് കൂടുതൽ ഉപയോഗിക്കും. കാര്യം ഞാൻ മലയാളം എൻ്റെ മദർ ടങ് അല്ല. എന്താണെന്ന് വെച്ചാൽ ജനിച്ചു വളർന്നതെല്ലാം തമിഴ്നാട്ടിലാണ്. എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് തമിഴാണ്. എന്നാൽ മലയാളം ഇങ്ങനെ മലയാളത്തിൽ പ്രസംഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബീയിങ് ഫെയ്ത്ത്ഫുൾ വെയർ യുവർ പ്ലേസ്, ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടുകൂടെ നിൽക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അതിന് ആധാരമായിട്ട് 2 തിമോത്തിയോസ് 1 ആദ്യത്തെ 7 വാക്യങ്ങളാണ് ഞാൻ ഇന്ന് വളരെ ചുരുക്കം സമയത്തിനകത്ത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ കാലാകാലങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ നമ്മളെ വിളിച്ച് വിവിധ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് നമ്മളെ ആക്കിയിരിക്കുകയാണ്. ഇന്ത്യയിലായിരുന്നു ഞങ്ങൾ അനേക വർഷം. ചെന്നൈയിൽ ജനിച്ചു വളർന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ മിനിസ്ട്രി കഴിഞ്ഞിട്ടാണ് രാജസ്ഥാനിലേക്കുള്ള അവിടെ പോകുവാനും അവിടുത്തെ യൂത്ത് മിനിസ്ട്രിയിലും അവിടെ ബൈബിൾ സ്കൂൾ പഠിപ്പിക്കുവാനൊക്കെ അത് കഴിഞ്ഞ് ഗുജറാത്തിൽ വരുവാനും അങ്ങനെ കുടുംബമായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യുവാനും അങ്ങനെ കർത്താവ് സഹായിച്ചു. ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തത പാലിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അതിനുവേണ്ടി ഞാൻ വളരെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ പാസേജിനെ കുറിച്ച് നോക്കുമ്പോൾ 3 കാര്യങ്ങളാണ് ഈ 7 വാക്യങ്ങളിൽ ആദ്യം കാണുന്നത്. നമ്പർ 1, ദൈവം വിശ്വസ്തനാണ്. പൗലോസ് ഇത് എഴുതുമ്പോൾ ഗാഡ് ഇസ് എ ഫെയ്ത്ത്ഫുൾ ഗാഡ്. നമ്പർ 2, ആ ദൈവത്തിന്റെ വിശ്വസ്തത പ്രാപിക്കുകയും അതിൽ നിൽക്കുകയും ചെയ്ത പൗലോസ് വിശ്വസ്തനായിരുന്നു എന്ന് താൻ പറയുന്നു. 3, തൻ്റെ ശിഷ്യനായ തിമോത്തിയോസും അതേ വിശ്വസ്തതയിൽ നിൽക്കണം എന്നുള്ള ഒരു ആശയം 7 വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. എന്നാൽ ഈ ഹോൾ ചാപ്റ്റർ, ഈ 18 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ വിശ്വാസം എങ്ങനെ പ്രമാണിച്ചു അല്ലെങ്കിൽ വിശ്വാസം എങ്ങനെ കാത്തു എന്നുള്ള ആ ഒരു ടൈറ്റിലാണ് ആദ്യത്തെ 5 വാക്യങ്ങൾ നാം മനസ്സിലാക്കുന്നത്. രണ്ടാമത്, നമ്മളിൽ ഉള്ള കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാനായിട്ട് നാം ശ്രമിക്കണം എന്നുള്ളത് 6ഉം 7ഉം വാക്യങ്ങൾ നാം വായിക്കുന്നു. അത് കഴിഞ്ഞ് 8 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്നുള്ള ആശയമാണ് നാം കാണുന്നത്. നാലാമത്, നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ അതിനെ സൂക്ഷിക്കുക അല്ലെങ്കിൽ അതിനെ എൻട്രസ്റ്റ് ചെയ്ത വിഷയങ്ങളിൽ നാം അതിനെ കാക്കുക എന്നുള്ള ഒരു ആശയമാണ് അടുത്ത 13 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അങ്ങനെ 4 പോർഷനായിട്ട് ഈ ചാപ്റ്ററിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്നാൽ ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, Paul, an apostle of Christ Jesus by the will of God, according to the promise of life that is in Christ Jesus. അപ്പോൾ പൗലോസിനെ കർത്താവിനെ അറിയാതെ ഇരുന്നപ്പോൾ അല്ലെങ്കിൽ ന്യായപ്രമാണം അനുസരിച്ച് താൻ ചെയ്യുന്നതെല്ലാം സത്യം അല്ലെങ്കിൽ ശരിയാണ് എന്നുള്ള വൈരാഗ്യത്തോടുകൂടി തൻ്റെ പ്രവർത്തനത്തിൽ താൻ വളരെ മുൻപന്തിയിലായിരിക്കുമ്പോഴാണ് കർത്താവിനെ വിളിക്കുന്നത്. അപ്പോൾ വിളിച്ചത് എന്തിനാണ്? വിളിച്ച ദൈവത്തെ വിശ്വസ്തയോടുകൂടെ ശുശ്രൂഷിപ്പാനായിട്ട്. അപ്പോൾ എന്നാൽ പൗലോസിനെ വിളിച്ചത് കർത്താവ് അപ്പോസ്തോലിക ഒരു ശുശ്രൂഷയ്ക്കാണ്. അപ്പോൾ എന്നാൽ നമുക്കറിയാം 5-fold മിനിസ്ട്രീസ് ചർച്ചസിലുണ്ട്. അത് എഴുതപ്പെട്ടിരിക്കുന്നത് 5-fold മിനിസ്ട്രീസ് ആണ്. എന്നാൽ അനേകം അറിയപ്പെടാതെ അല്ലെങ്കിൽ നോട്ടബിൾ അല്ലാത്ത ശുശ്രൂഷകളും ഉണ്ട്. ആമേൻ. സോ ഹോസ്പിറ്റാലിറ്റി, ലവിങ്, എൻകറേജിങ്, ഷെയറിങ്, ഗിവിങ് എന്നുള്ള പല സ്പിരിച്വൽ മിനിസ്ട്രീസ് ഉണ്ടെന്നാൽ ആ 5 വിഷയങ്ങൾ മാത്രമാണ് ചർച്ചിനോട് മെയിൻലി കണക്റ്റഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് റോൾസ് ആയിട്ട് കർത്താവ് പറഞ്ഞിരിക്കും. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ചിരിക്കുന്നത് കർത്താവാണ്. അതാണ് ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുന്നത്. Paul, an apostle of Christ Jesus by the will of God. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് കർത്താവ് പൗലോസിനെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ പൗലോസ് താൻ വിളിച്ച വിളി അപ്പോസ്തോലിക ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട ആ സമയം തൊട്ട് ദമസ്കുവിൽ താൻ ശുശ്രൂഷ ഏറ്റെടുക്കുന്നതിന് മുമ്പേ ദൈവത്തോട് സമയങ്ങൾ സ്പെൻഡ് ചെയ്യുകയും തന്നിൽ ചേഞ്ചസ് വരികയും ചെയ്തതിനു ശേഷം തൻ്റെ ശുശ്രൂഷയിൽ താൻ വളരെ ശക്തമായി അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്തു. എന്നാൽ എല്ലാവരും അപ്പോസ്തലരായിട്ട് അതായത് വിളി പ്രാപിച്ചവരല്ല. പല ശുശ്രൂഷകൾ നമുക്കുണ്ട്. എന്നാൽ ദൈവം വിളിച്ച വിളിയിൽ നാം വിശ്വസ്തരായിരിക്കണം എന്നുള്ളത് നാം മറന്നു പോകരുത്. ഒന്ന്. രണ്ടാമത്, ദൈവമാണ് നമ്മളെ വിളിച്ച് വിവിധ കാലങ്ങളിൽ വിവിധ സാഹചര്യങ്ങൾ ആക്കിയിരിക്കുന്നത്, മനുഷ്യനല്ല. അപ്പോൾ നമ്മുടെ അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ നാം കണക്ക് കൊടുക്കുന്നത് ആ ദൈവത്തോടാണ്. മനുഷ്യർ ഒരു പക്ഷേ നമ്മളെ ഇല്ലെന്ന് വരാം, അല്ലെങ്കിൽ എതിര് പറയുന്നെന്ന് വരാം. നമ്മുടെ ശുശ്രൂഷയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള
എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ചെയ്യാതിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളോട് ഇഷ്ടക്കുറവ് ഉണ്ടായാലും ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവമാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് ശുശ്രൂഷകൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തി, ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഞാൻ പാസ്റ്ററൽ മാത്രമല്ല പറഞ്ഞത്, ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നാം വിശ്വസ്തയോടുകൂടെ ആയിരിക്കുക എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്പർ 1. നമ്പർ 2, ആ വാക്യത്തിൽ തന്നെ നാം വായിക്കുമ്പോൾ അക്കോർഡിംഗ് ടു ദ പ്രോമിസ് ഓഫ് ലൈഫ് ദാറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് എന്ന് പറഞ്ഞ് 1-ാമത്തെ വാക്യമാണ്. അപ്പോൾ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിനു വേണ്ടി ഇറങ്ങിയ ഓരോരുത്തർക്കും പ്രോമിസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ക്രിസ്തുവിൽ കൂടെയുള്ള നിത്യജീവൻ അവകാശമായി നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ആശയം കൂടെ നമുക്ക് അവിടെ വായിക്കുന്നു. സോ ദാറ്റ് മീൻസ് ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തു ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആയിരിക്കുന്ന നമുക്ക് ഒരു ഉറപ്പ് ഇതാണ്, നിത്യജീവൻ കർത്താവ് നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ആമേൻ. ആ നിത്യജീവൻ നൽകിയ നിത്യജീവനെ പ്രാപിച്ച നാം ആ നിത്യജീവനിൽ തന്നെ നാം ആയിരിക്കണം. അത് നഷ്ടപ്പെടുത്താതെ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളിൽ നാം ഇൻവോൾവ് ആയി കർത്താവ് തന്ന ആ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടാതെ അതിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് നാം ആ ഫസ്റ്റ് വാക്യങ്ങളിൽ വായിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ God is a faithful God എന്നുള്ളതാണ് നാം അവിടെ വായിക്കുന്നത്. റൈറ്റ്? God is a faithful God. കാര്യം ദൈവത്തെ സഭയ്ക്കെതിരായിട്ടും വിശ്വാസികൾക്കെതിരായിട്ടും പ്രവർത്തിച്ച ഒരു വ്യക്തിയെ കർത്താവ് മാനസാന്തരപ്പെടുത്തി, അല്ലെങ്കിൽ ദൈവം തൊട്ട് അവനെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ച് സകലതും വെടിഞ്ഞു തന്നെ കർത്താവിന് വേണ്ടി വിശ്വസ്തതയായി നിൽക്കുന്നതാണ് നാം പൗലോസിന്റെ ജീവിതത്തിൽ വായിക്കുന്നത്. റൈറ്റ്? സോ നമ്പർ 1, God is faithful. നമ്പർ 2, പോൾസ് ഫെയ്ത്ത്ഫുൾനെസ്സിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നാം വായിക്കുന്നത്. അടുത്തത് നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇങ്ങനെയാണ് വായിക്കുന്നത്, ഐ താങ്ക് ഗാഡ് ഹൂം ഐ, 3-ാമത്തെ വാക്യത്തിൽ ഐ താങ്ക് ഗാഡ് ഹൂം ഐ. ആർക്കെങ്കിലും മലയാളത്തിൽ വായിക്കാൻ പറ്റുമെങ്കിൽ 3-ാമത്തെ വാക്യം വായിക്കാം. 2 തിമോത്തിയോസ് 1:3. വായിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തുകൊണ്ട് നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞാൻ പൂർവ്വന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. മതി. സോ നമ്മളിവിടെ വായിക്കുന്നത് ഗാഡ്സ് ഫെയ്ത്ത്ഫുൾനെസ് കൊണ്ടാണ് താൻ ശുശ്രൂഷയിലായിരിക്കുന്നത്. നമ്പർ 1, റൈറ്റ്? അതേസമയം അതേ വിശ്വസ്തത താൻ ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ കർത്താവിലേക്ക് നയിച്ച കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത തിമോത്തിയോസിലും കാണണം എന്നുള്ളത് ആ ഒരു ആശയത്തിൽ താൻ പറയുന്നത്. ഐ താങ്ക് ഗാഡ് ഹൂം ഐ സർവ് ആസ് മൈ forefathers did with a clear conscience. റൈറ്റ്? അപ്പോൾ ഈ പൗലോസിന്റെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ പൗലോസ് ആദ്യത്തെ വ്യക്തിയല്ല യേശു ക്രിസ്തുവിനെ അറിയുകയും സാക്ഷ്യം പറയുകയും ചെയ്യുന്നത്. എന്നാൽ പിതാക്കന്മാരായി അല്ലെങ്കിൽ തൻ്റെ പിതാക്കന്മാരെ കുറിച്ചല്ല പറയുന്നത്, സുവിശേഷത്തിനു വേണ്ടി നിന്ന പിതാക്കന്മാർ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ത്യാഗം ചെയ്ത് തങ്ങളുടെ ജീവനെ പണയം വെച്ച അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി ത്യാഗം ചെയ്ത ഫോർഫാദേഴ്സിനെ കുറിച്ചാണ് താൻ പറയുന്നത്. അപ്പോൾ പൗലോസിന്റെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂവേഷൻ ഓഫ് ദി ഓൺ ഗോയിങ് പ്ലാൻ ഓഫ് ഗാഡ്. യുഗങ്ങളായി ക്രിസ്തു ഭൂമിയിൽ വന്നതിന് ശേഷം ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ച പലർ തനിക്ക് മുൻപായി ഉണ്ട്. ആ ശുശ്രൂഷയിൽ പ്ലാനിൽ പൗലോസ് വന്ന് ഒരു ക്ലിയർ കോൺഷ്യസിൽ താൻ അല്ലെങ്കിൽ ശുദ്ധ മനസാക്ഷിയോടുകൂടെ താൻ തൻ്റെ പ്രവർത്തനത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അഗെയിൻ അതും ഒരു വലിയ ഒരു വിഷയമാണ്, ക്ലിയർ കോൺഷ്യസ്. റൈറ്റ്? ഇന്ന് കോമ്പറ്റീഷനിലും മണി മൈൻഡഡിലും അല്ലെങ്കിൽ സെൽഫിഷ് റീസൺസിലും പല രീതിയിലാണ് മിനിസ്ട്രികൾ നടക്കുന്നത്. യഥാർത്ഥമായിട്ട് നമ്മുടെ മനസാക്ഷി ക്ലിയർ ആണോ? ക്ലിയർ കോൺഷ്യൻസ് ഉണ്ടോ ദൈവസന്നിധിയിൽ? നാം പല കാര്യങ്ങൾ ഞാൻ നേരത്തെ യൂസ് ചെയ്ത വേർഡ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു ത്യാഗ മനോഭാവത്തോടു കൂടെ ചെയ്യാതെ അതൊരു മറ്റുള്ള ഒരു തൊഴിൽ പോലെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കുമ്പോൾ ക്യാൻ വി സേ, നമുക്ക് പറയുവാൻ കഴിയുമോ നാം ചെയ്യുന്ന നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെയും എടുത്തു പറയുന്നത്
നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ദൗത്യത്തെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ശുശ്രൂഷകന്റെ മാത്രമല്ല, എല്ലാവരും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മാതാവ്, ഒരു ആസ് എ മദർ, നാം കുടുംബത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ ക്ലിയർ കോൺഷ്യസോട് ചെയ്യുന്നു. ഒരു പിതാവ്, ഹെഡ് ഓഫ് ദ ഫാമിലി, തനിയെ ഏൽപ്പിച്ചത് ഒരു ക്ലിയർ കോൺഷ്യസോട് ചെയ്യുന്നുണ്ടോ? അത് അല്ലെങ്കിൽ മക്കൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ തങ്ങൾ ക്ലിയർ കോൺഷ്യസോടുള്ള. അപ്പോൾ പൗലോസ് പറയുമ്പോൾ ഐ സെർവ് ഗാഡ് വിത്ത് എ ക്ലിയർ, ഒരു ശുദ്ധ മനസാക്ഷിയോടുകൂടെ താൻ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്ടേഷൻ താൻ വാർത്തെടുത്ത് തൻ്റെ ശിഷ്യനായ തിമോത്തിയോസിലും കാണണം എന്നുള്ളതിന് വേണ്ടി പൗലോസ് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. It is written, as night and day I constantly remember you in my prayers. ഞാൻ എന്ത് ചെയ്യുന്നു? ഇടവിടാതെ നിനക്ക് വേണ്ടി എന്ന് കണ്ണുനീർ വാർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എന്തുകൊണ്ട്? പ്രാർത്ഥനയിൽ കൂടെ ചേഞ്ചസ് വരും, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ താൻ രൂപീകരിക്കപ്പെട്ട് കർത്താവിൻ്റെ വയൽ പ്രദേശത്തിൽ കർത്താവാക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ തനിക്ക് പ്രവർത്തിക്കുവാനായിട്ട് പൗലോസ് ട്രെയിനിങ് മാത്രമല്ല, ആ വ്യക്തിയിൽ വരേണ്ട മാറ്റങ്ങൾ വരുവാനായിട്ട് താൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ജനങ്ങളും വേണം എന്നുള്ളതാണ് ഒരു കാര്യം നാം വായിക്കുന്നത്. അത് മാത്രമല്ല, വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള ഒരു പ്രേരണയും ഇതിൽ കൂടെ നാം കാണുന്നു. സോ ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽസിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അവരെ ധരിപ്പിക്കുകയും ചെയ്യുന്നു. It is in the same words recalling you, I long to see you that I may be filled with joy. Right? അപ്പോൾ താൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന വിഷയം തിമോത്തിയോസിനോട് പറയുന്നു. അപ്പോൾ നാമും പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അത് പലപ്പോഴും നമ്മൾ രഹസ്യമായി പ്രാർത്ഥിക്കുന്നു. അത് അവരെ അറിയിക്കാത്തത് കൊണ്ട് പലപ്പോഴും അവർക്ക് അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രോത്സാഹനം കൂടെയാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളതും കൂടെ ഞാൻ ഇതിനകത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. സോ പൗലോസ് വലിയ ഒരു ശുശ്രൂഷ ഏറ്റെടുത്ത് അപ്പോസ്തോലിക ഒരു പ്രവർത്തനത്തിൽ താൻ ഉണ്ടെങ്കിലും വളരെ ഒരു സോഫ്റ്റ് ടെൻഡർ ഹാർട്ടഡ് പേഴ്സൺ ആയിട്ടാണ് നാം ഇവിടെ വായിക്കുന്നത്. കാര്യം 5 സ്ഥലങ്ങളിൽ തിമോത്തിയോസ് ശുശ്രൂഷ ചെയ്തു എന്ന് നാം ഈ ലേഖനങ്ങളിൽ വായിക്കുന്നു. ഏറ്റവും അധികം തൻ്റെ പേര് മെൻഷൻ ചെയ്യുകയും 5 പ്ലേസസിൽ താൻ ശുശ്രൂഷ ചെയ്തു എന്നാണ് നാം ഹിസ്റ്ററി വായിക്കുമ്പോൾ വായിക്കുന്നത്. എന്നാൽ ഇത്രയും വലിയ ശുശ്രൂഷ താൻ നിർവഹിക്കുന്നതിന് മുമ്പേ പൗലോസ് തന്നെ മിഷണറി യാത്രകൾ കൊണ്ടുപോവുകയും ഈവൻ ജയിൽ വാസത്തിൽ വരെ, ഇംപ്രിസൺമെന്റിൽ വരെ തിമോത്തിയോസ് കൂടെ ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി അവൻ തന്നിൽ നിന്ന് ഇപ്പോൾ മാറി വേറൊരു സ്ഥലത്തായിരിക്കുകയാണ്. അപ്പോൾ തിമോത്തിയോസ് മടങ്ങി വന്ന് പൗലോസിനെ മീറ്റ് ചെയ്ത് ശുശ്രൂഷ കാര്യങ്ങൾ പിന്നെയും സംസാരിച്ച് ഓരോരുത്തരും എൻകറേജ് ചെയ്യുവാനായിട്ടുള്ള വലിയ കാംക്ഷയോടാണ് താൻ പറയുന്നത്. You see, recalling your tears, I long to see you so that I may be filled with joy. നിന്നെ കണ്ട് അല്ലെങ്കിൽ നിന്നോടുകൂടെ കൂട്ടായ്മ ആചരിച്ച് ശുശ്രൂഷയിൽ നമ്മൾ കർത്താവ് എങ്ങനെയാണ് നമ്മളെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവിന്റെ പദ്ധതി എന്താണെന്നുള്ള ആ സന്തോഷത്തിന്റെ നിറവ് ഒരിക്കൽ കൂടെ പൗലോസിന് പ്രാപിക്കുവാനായിട്ട് താൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. സോ there is a separation, അല്ലെങ്കിൽ അവര് തമ്മിൽ മീറ്റ് ചെയ്ത് കുറച്ച് സമയമായി. പൗലോസ് ഇത്രയും വലിയ ഒരു പൊസിഷനിലും അപ്പോസ്തലിക ശുശ്രൂഷയുണ്ടെങ്കിലും ഒരു ഇളയ സഹോദരൻ അല്ലെങ്കിൽ ഒരു മകനെ പോലെ കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കൂട്ടായ്മയ്ക്കായിട്ട് താൻ എന്ത് ചെയ്യുന്നു? കാംക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് നമ്മുടെ കൂട്ടായ്മകളിൽ അങ്ങനെയുള്ള ഒരു സന്തോഷം നമുക്കുണ്ടോ? നാം കൂട്ടായ്മയ്ക്ക് വരുന്നു, പലരെ കാണുമ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും നെയിം സേക്ക് അല്ലെങ്കിൽ പേരിന് വേണ്ടി ആരാധനകളൊക്കെ നടക്കുന്നു. ആൾക്കാർ പല വലിയ വലിയ സഭകളിലൊക്കെ മീറ്റ് ചെയ്യാൻ പോലും വെയിറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുവാൻ പോലും ഇഷ്ടമില്ലാത്ത ആ ഒരു പ്രൊഫഷണൽ രീതിയിൽ പോയി. എന്നാൽ പൗലോസ് ഇവിടെ പറയുമ്പോൾ I want my joy to, I want
to be filled with joy by meeting you. So that was the godly fellowship that ആദ്യ സഭകളിൽ അല്ലെങ്കിൽ ആദ്യകാലത്തെ കൂട്ടായ്മകളിൽ വലിയവർ ചെറിയവർ എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ മീറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സന്തോഷത്താൽ അവർ നിറയുവാറുണ്ട്. That is this third thing that I would like to mention. Number 3, അഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, I have been, വായിക്കാതെ ആർക്കെങ്കിലും ഒരാൾക്ക് I have been reminded, അഞ്ചാമത്തെ വാക്യം വായിക്കുന്നു. Yeah. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. Yeah. അതുകൊണ്ട് എൻ്റെ കൈവയ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. മതി. ഒരു ജെന്യൂൻ ഫെയ്ത്ത് അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസം, കളങ്കമില്ലാത്ത ഒരു വിശ്വാസം. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, റൈറ്റ്? വിശ്വാസത്തെക്കുറിച്ച് ആർക്ക് വേണേലും പ്രസംഗിക്കാം. ഈ ദിവസങ്ങളിൽ നമുക്ക് പല പ്രസംഗങ്ങൾ, പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞതുപോലെ എന്നും നാം പ്രസംഗം കേൾക്കുന്നുണ്ട്. കേട്ട് മിക്കവാറും എല്ലാവർക്കും പ്രസംഗിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഇപ്പോൾ ഉണ്ട്. അത് മാത്രമല്ല, യൂട്യൂബിൽ നാം ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് വേണേൽ നോട്ട്സ് എഴുതി നമുക്കും പ്രസംഗിക്കാൻ പറ്റും. ഞാൻ കൊച്ചിലെ ഞങ്ങൾ ചെന്നൈയിലായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. അവിടെ ഒരു പോസ്റ്റ് മാസ്റ്റർ, റിട്ടയർഡ് ഒരു പോസ്റ്റ് മാസ്റ്റർ ഞങ്ങളുടെ അവിടെ എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥന നടക്കും. അപ്പോൾ ചിലപ്പോഴൊക്കെ ഈ മനുഷ്യൻ വന്ന് അവിടെ ഇരിക്കും. ഹിന്ദുവാണ്, എന്നാൽ ഒരു പ്രാവശ്യം താൻ ചിലപ്പോഴൊക്കെ കുടിച്ചിട്ടൊക്കെ വരും. പക്ഷെ ഞങ്ങൾ ആരും ഒന്നും പറയാറില്ല, കാര്യം ചെറുപ്രായമുള്ള ഒരു വ്യക്തി. ഒരു ദിവസം കുടിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, അടുത്ത മീറ്റിങ്ങിൽ എനിക്കും കൂടെ ഒന്ന് പ്രസംഗിക്കാൻ സമയം തരണം. അപ്പൊ കാര്യം പുള്ളി കുറെ നാളുകളായിട്ട് പ്രസംഗം കേൾക്കുക. അപ്പൊ പുള്ളിക്ക് ഒന്ന് പ്രസംഗിച്ചാൽ കൊള്ളാന്ന് തോന്നിയിട്ട് ഒരു ദിവസം കുടിച്ചിട്ട് വന്നിട്ട് പറയുക, അടുത്ത മീറ്റിങ്ങിൽ എനിക്ക് ഒരു സമയം തരണം, ഞാനും ഒന്ന് പ്രസംഗിക്കാൻ പോകും. അപ്പോൾ പ്രസംഗം എന്ന് പറയുന്നത് പഠിച്ച് പ്രസംഗിക്കാം, വിശ്വാസമില്ലാതെ പ്രസംഗിക്കാം, കേട്ട് നമുക്ക് പ്രസംഗിക്കാം. എന്നാൽ തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ജെന്യൂൻ കളങ്കമില്ലാത്ത ഒരു വിശ്വാസത്തിന്റെ ഒരു വ്യക്തിയായിട്ട് നാം വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവന്റെ വിശ്വാസം സത്യം ആണ്, അവന്റെ വിശ്വാസത്തിൽ അവിശ്വാസമില്ലാത്തതും. ഇത് എവിടുന്നാ വന്നത്? തൻ്റെ വല്യമ്മച്ചയിലും തൻ്റെ അമ്മയിൽ നിന്ന് ആ ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ ആ വിശ്വാസം കൊച്ചു പ്രായത്തിൽ തന്നെ അവരുടെ വിശ്വാസം കണ്ടു, അവരുടെ വിശ്വാസം തന്നിൽ ട്രാൻസ്ഫർ ചെയ്തു. ആമേൻ. ഒരു ഹെറിറ്റേജ് അല്ലെങ്കിൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാതാപിതാക്കളായി ഇരിക്കുന്നവർ പലപ്പോഴും നമ്മുടെ കൺസേൺ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ശേഖരിച്ചു വെക്കണം, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് വെക്കണം, സ്ഥലം വേണം, അങ്ങനെയുള്ള കൺസേൺ ആണ് ഇന്നത്തെ മെറ്റീരിയലിസ്റ്റിക് വേൾഡിലായിരിക്കുന്നത്. എന്നാൽ തിമോത്തിയോസിനെ കുറിച്ച് നാം നോക്കുമ്പോൾ അവന് ഏറ്റവും ലാഭകരമായി ഉണ്ടായത് എന്താന്ന് വെച്ചാൽ അവന്റെ വല്യമ്മച്ചിയും അവന്റെ അമ്മയിൽ നിന്നുള്ള വിശ്വാസം ട്രാൻസ്ഫർ ചെയ്തു. ആമേൻ. നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൽ, കളങ്കമില്ലാത്ത വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ മക്കളെ വളർത്തുക, അതിനുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ്. ആമേൻ. സോ നമ്മൾ നേടിയില്ല മക്കൾക്ക് വേണ്ടി, എന്നാലും അവരെ വിശ്വാസ ജീവിതത്തിൽ നാം അവരെ ജീവിക്കുവാനായി പഠിപ്പിച്ചാൽ ലോകത്തിന്റെ ഏത് സ്ഥലത്ത് പോയാലും അവർക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? അവർ ദൈവഭക്തിയിലും അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ, ഈ ലോകത്തിന്റെ മാലിന്യത്തിലാകാതെ കർത്താവിൽ ആശ്രയിച്ച് അവർക്ക് ജീവിക്കുവാൻ കഴിയും. ആമേൻ. That's a greatest thing that we can pass on to the generations. Amen. അത് പലപ്പോഴും ഇന്നത്തെ രണ്ടുപേരും ജോലി ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് സമയങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് നാം ചർച്ചിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ പാസ്റ്ററുടെ ഡ്യൂട്ടി ആണെന്നും, അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ നിന്ന് ഇതെല്ലാം പകരപ്പെടും എന്നുള്ള ചിന്തയിൽ നമ്മുടെ ഉത്തരവാദിത്വം നാം എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ മാറ്റിവെച്ച് നാം അവരിൽ എക്സ്പെക്ട് ചെയ്യുന്നു. ലെറ്റ് മി ടെൽ യു, അതൊരു ഫെയിലിയർ ആണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഭവനത്തിൽ ആദ്യം വിശ്വാസം പഠിപ്പിക്കണം. ആ വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളിൽ എന്ത് ചെയ്യണം? അത് പാസ് ഓൺ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജനറേഷൻ, സോ ഒരു ജെന്യൂൻ ഫെയ്ത്ത് ആണ് നാം അവനിൽ കാണുന്നത്. താങ്ക് ഗോഡ് ഫോർ ദോസ് ഹു ആർ ജെന്യൂൻലി ഹാവിങ് ഫെയ്ത്ത് ഈവൻ ഇൻ ദിസ് ഈ തലമുറയിലും വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന
ആമേൻ. ആമേൻ. ജനറേഷൻസിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ വല്യപ്പച്ചൻ്റെ സമയം തൊട്ട് ഞാൻ ഇതെല്ലാം കാണുകയും എൻ്റെ പേരൻസിൻ്റെ വിശ്വാസം ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തതുകൊണ്ട് ഇന്ന് ഈ ഇത്രയും ഇഷ്യൂസ് ഉള്ള ഒരു ലോകത്തിൽ കർത്താവിന് വേണ്ടി വിശ്വാസത്തോട് നിൽക്കുവാൻ എനിക്ക് കഴിയുന്നു. എന്നാൽ അതുപോലെ എല്ലാ മക്കൾക്കും കഴിയുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ തിങ്ക് ചെയ്യണം. അടുത്ത 6ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെയാണ്, ഇത്രയും വിശ്വാസത്തിലൊക്കെ വളർന്ന ഒരു വ്യക്തിയാണ്, പൗലോസിന്റെ ട്രെയിനിങ് എടുത്തതാണെന്ന് ഉണ്ടെങ്കിലും 6ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേക കാര്യം പറയുന്നു. വായിക്കാം, അത് ആർക്കെങ്കിലും വായിക്കാം. അതുകൊണ്ട് എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ആമേൻ. അപ്പോൾ സത്യമാണ്, പൗലോസ് മൂപ്പന്മാരും അവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അവനെ ശുശ്രൂഷയ്ക്കായി ഓർഡർ ചെയ്യുകയും ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ലതാണ്. മാതാപിതാക്കളിൽ നിന്ന്, അല്ലെങ്കിൽ പിതാവ് ഗ്രീക്ക് ആയിരുന്നു, അതുകൊണ്ട് ആ ഒരു ഭാഗ്യം തനിക്ക് കിട്ടിയില്ല. എന്നാൽ ബോത്ത് ഗ്രാൻഡ് മദർ ആൻഡ് മദർ, അവർ രണ്ടുപേരും വിശ്വാസത്തിൽ വളരെ സ്ട്രോങ് ആയിരുന്നുകൊണ്ട് അവരുടെ ഇൻഫ്ലുവൻസും പൗലോസിന്റെ ഇൻഫ്ലുവൻസ് ആണ്. എന്നാൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടും പൗലോസ് തൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ പറയുന്നത്, I remind you that to fan and to flame the gift of God which is in you. Amen. നമ്മളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന എബിലിറ്റീസ്, കൃപാവരങ്ങളെ എന്ത് ചെയ്യണം? അത് ജ്വലിപ്പിക്കുവാനായിട്ട് നോക്കണം. ആമേൻ. ഒത്തിരി എബിലിറ്റീസ് ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ ദൈവം തന്നിരിക്കുന്ന ആ കൃപാവരങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് ചർച്ചസിൽ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ നടക്കുന്നത്. ഒരു പാട്ടുകാരൻ വിചാരിക്കുന്നു എനിക്ക് പ്രസംഗിച്ചാൽ കൊള്ളാമെന്ന്. പ്രസംഗിക്കുന്നവർ വിചാരിക്കുന്നു, നല്ല പാട്ടുകാരെ കാണുമ്പോൾ അയ്യോ അതെനിക്കില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നാം എന്ത് ചെയ്യും? നമുക്ക് ഇല്ലാത്ത കൃപാവരങ്ങളെ കുറിച്ച് നാം വറി ചെയ്യുകയാണ് കൂടുതൽ. എന്നാൽ അങ്ങനെയല്ല. നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന കൃപാവരം എന്തോ, എബിലിറ്റീസ് എന്തോ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കുവാനായിട്ട് നോക്കണം. അല്ലെങ്കിൽ ഈ കൃപാവരം കർത്താവ് തന്നിരിക്കുന്ന മെഷർ ഓഫ് ഫെയ്ത്ത്, അല്ലെങ്കിൽ കർത്താവ് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ഓരോ മെഷർ ഓഫ് ഫെയ്ത്ത് തന്നിരിക്കുന്നു, ടാലൻസ് തന്നിരിക്കുന്നു എന്ന് മത്തായി സുവിശേഷത്തിൽ നാം വായിക്കുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ എല്ലാവർക്കും ദൈവം കൃപാവരങ്ങൾ തന്നിരിക്കുന്നു. അത് ഉപയോഗിക്കുവാൻ നാം എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. വി ഹാവ് ടു ഫാൻ ഇറ്റ് ഇൻ ടു സോ ദാറ്റ് ഇറ്റ് വിൽ ബി ആക്റ്റീവ്. നാം അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങൾ ഉപയോഗിക്കുവാൻ കഴിയാതെ ആയിപ്പോകും. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നല്ലതാണ്, നമുക്ക് വലിയ എക്സ്പോഷർ ഉണ്ട്. എന്നാലും ദൈവം തന്ന കൃപാവരങ്ങളെ അതാത് സമയത്ത് നാം അതിനെ ജ്വലിപ്പിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങളെ കർത്താവിന് വേണ്ടി ഉപയോഗിപ്പാൻ, ആമേൻ, കൃപയാൽ നാം പ്രാപിച്ചത് അവന് വേണ്ടി ഉപയോഗിപ്പാൻ, ആമേൻ, കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 7ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നാം വായിക്കുന്നത് എങ്ങനെയാണ്? വായിക്കാം, അതും കൂടെ വായിച്ച് ഞാൻ നിർത്തുക. വായിക്കുന്നു. പീഡത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അപ്പോൾ എന്തുകൊണ്ട് പൗലോസ് വിശേഷാൽ ആ കാര്യം എടുത്തു പറയുന്നു? ഭീരുത്വത്തിന്റെ ആത്മാവ്. ഭയം കൊണ്ട് പലപ്പോഴും ഫെയിലിയർ ഉണ്ടാകും എന്നുള്ള ആ ഭയം കൊണ്ട് പലപ്പോഴും പലതും അറ്റംപ്റ്റ് ചെയ്യുവാൻ കഴിയാതെ പലരും ആയിരിക്കുന്നു. അയ്യോ, ഞാൻ അവിടെ പോയി പ്രോപ്പർലി അത് ചെയ്തില്ലെങ്കിൽ ആൾക്കാർ ചിരിക്കുമല്ലോ, അല്ലെങ്കിൽ എന്നെ കളിയാക്കുമോ, എനിക്കിനി അത് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് പലപ്പോഴും ദൈവം ഏൽപ്പിച്ചിരിക്കും. തിമോത്തിയോസിന്റെ ഒരു പ്രോബ്ലമും അതായിരുന്നു, ടിമിഡിറ്റി, അല്ലെങ്കിൽ നാണം, അല്ലെങ്കിൽ ഷൈ ചെയ്യുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കർത്താവ് ഇത്രയും കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു, പല കാര്യങ്ങൾ തനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഒരു അവസ്ഥ തന്നിൽ ഉണ്ടായി എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നാം വായിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഭീരുത്വത്തിന്റെ ആത്മാവ് കർത്താവിൽ നിന്നുള്ളതല്ല എന്ന് ആദ്യം ഉറപ്പിക്കുന്നു. ഈ ഭയം കൊണ്ടുവരുന്നത് ദൈവത്തിൽ നിന്നുള്ളത് അല്ല. ബട്ട് അതിന് പകരമായിട്ട് കർത്താവ് അവിടെ പൗലോസ് പറയുന്നത്, ഇറ്റ് ഈസ് ദി സ്പിരിറ്റ് ഓഫ് പവർ. നമുക്ക് ബലം നൽകുന്ന, അല്ലെങ്കിൽ നമ്മളെ ബലപ്പെടുത്തുന്ന ആത്മീക ശക്തിയാണ് നമുക്ക് ഒരിക്കൽ കൂടെ അത് വായിക്കണം. 7ാമത്തെ വാക്യം വായിക്കുന്നു.
ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അപ്പോൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ ചെയ്യണം, അല്ലെങ്കിൽ ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത് നാം കർത്താവ് തന്നിരിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ശക്തിയുടെ ആത്മാവാണ് കർത്താവ് തന്നിരിക്കുന്നത്. ആമേൻ. സകലത്തെയും ജയിച്ച് ആ ജയം സഭയ്ക്ക് കർത്താവ് തന്നിരിക്കുന്നു എന്ന് നാം വായിക്കുന്നത് പോലെ, ആരാ സഭ? നമ്മളാണ് അതിൻ്റെ അംഗങ്ങൾ. വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ ശക്തിയുടെ ആത്മാവിനെ, സ്നേഹത്തിന്റെ ആത്മാവിനെ, പലർക്കും ശക്തിയുണ്ട്, പക്ഷെ സ്നേഹത്തിന്റെ കാര്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നു? മിസ്സിംഗ് ആണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോയാലേ ആമേൻ നമുക്ക് ഒരു ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ ആമേൻ എക്സൽ ചെയ്യാതെ നമുക്ക് ഒരിക്കലും പവറിനെ നമുക്ക് ബാലൻസ് ചെയ്യുവാൻ കഴിയത്തില്ല. പവർ മാത്രം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നാം എപ്പോഴും വളരെ സ്ട്രോങ് ആയിരിക്കും, എന്നാൽ ഒരു കമ്പാഷനേറ്റ് ആയിട്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയത്തില്ല. അത് മാത്രമല്ല, സെൽഫ് ഡിസിപ്ലിൻ എന്നും പറഞ്ഞിരിക്കുന്നു അവിടെ. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ സുബോധത്തോട് ആമേൻ എല്ലാത്തിനും ഒരു കൺട്രോളോടുകൂടെ നാം ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വൈസ് ഹെഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് നമ്മുടെ ബുദ്ധിയിൽ ഹൈപ്പറായിട്ടും നാം തണുത്ത ഒരു ലൂക്ക് വാം സിറ്റുവേഷനിലല്ലാതെ എക്സ്ട്രീമിറ്റിയിൽ പോകാതെ ദൈവത്തിന്റെ വചനത്തിന്റെ ബാലൻസിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും സ്നേഹത്തിലും നാം പോകുമ്പോൾ നാം എന്ത് ചെയ്യും? റൈറ്റ് ആൻസർ വചനത്തിൽ കൂടെ കൊടുക്കുവാൻ കഴിയും. അപ്പോൾ തിമോത്തിയോസിന് ഇത് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലും പൗലോസ് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്പർ 1. നമ്പർ 2, അവന്റെ കൃപാവരങ്ങൾ ജ്വലിക്കുവാനായിട്ട് ആമേൻ പൗലോസ് ആഗ്രഹിക്കുന്നു. സോ ലെറ്റ് മീ കൺക്ലൂഡ് ഹിയർ. നമ്മളെ കർത്താവ് പല സ്ഥാനങ്ങളിൽ നമ്മളെ ആക്കിയിരിക്കുന്നു. കാലാകാലങ്ങളിൽ നമ്മളെ വിളിച്ച് ചിലപ്പോൾ ജോലി സ്ഥലങ്ങളിലായിരിക്കും നമ്മളെ സാക്ഷിക്കായി കർത്താവ് നിർത്തുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ നൈബർഹുഡിലായിരിക്കും സാക്ഷ്യമായിട്ട് കർത്താവ് നിർത്തിയിരിക്കുന്നത്. വാട്ട് വി ഹാവ് ടു ഡു? സ്റ്റിർ ദ ഫയർ. നിന്നിൽ ഉള്ള ആ തീ കെട്ടുപോകാതിരിക്കുവാൻ ആമേൻ നിന്നിലുള്ള കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക. ആമേൻ. നമ്പർ 2, ലിവ് വിതൗട്ട് ഷെയിം. ദൈവമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ അംഗീകരിക്കപ്പെട്ട ഒരു ശുശ്രൂഷയായിരിക്കാം, അറിയപ്പെടാത്ത ഒരു ശുശ്രൂഷയായിരിക്കാം. എന്നാൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ വിശ്വാസം നാണിക്കാതെ ലജ്ജിക്കാതെ ഷെയർ ചെയ്യുക. 3, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഗോസ്പൽ അല്ലെങ്കിൽ ഗോസ്പലിനെ നാം എന്ത് ചെയ്യുക? അതിനെതിരായിട്ട് പോകാതെ പല ദുരുപദേശങ്ങളുള്ള ഈ ലോകത്തിൽ നാം അറിഞ്ഞ സത്യത്തിനു വേണ്ടി നിൽക്കുക. അത് മാത്രമല്ല, എപ്പോഴും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിലും സ്നേഹത്തിലും നാം ആയിരിക്കുക. അത് മാത്രമല്ല, നമുക്ക് ദൈവം തന്ന പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ലെഗസി, നമുക്ക് നമ്മുടെ പാരമ്പര്യം, എന്ത് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഈ സഭയുടെ പാരമ്പര്യമോ അല്ലെ, അതല്ല ഞാൻ പറഞ്ഞത്. വിശ്വാസത്തിന്റെ ദി ലെഗസി ഓഫ് ഫെയ്ത്ത്, അത് നാം എന്ത് ചെയ്യുക? മറ്റുള്ളവരോട് അത് പകർന്നു കൊടുക്കുക. അങ്ങനെ കർത്താവ് ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തരായി നമുക്ക് നിലനിൽക്കാം. ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം വിശ്വസ്തനാണ്. പൗലോസ് വിശ്വസ്തനായിരുന്നു. തിമോത്തിയോസും വിശ്വസ്തനാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ കാലങ്ങളിൽ ദൈവത്തിനു വേണ്ടി നമുക്ക് വിശ്വസ്തരായി നിൽക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ സമയം തന്ന പാസ്റ്ററിനും മിനിസ്ട്രിക്ക് വേണ്ടി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇത്രത്തോളം ക്ഷമയോട് കേട്ട എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട തിരുവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ദൈവം വിശ്വസ്തനാണ്. പൗലോസ് പറയാൻ, ഞാനും അതുപോലെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ച ആ വേല എങ്ങനെയും തികയ്ക്കണമെന്നുള്ള ആ ഒരു ആഴമായിട്ടുള്ള ആ ഒരു വിശ്വാസത്തോടുകൂടെ തൻ്റെ വിളിയോട് വിശ്വസ്തനായിരിക്കാനായിട്ട് താൻ ആവോളം ശ്രമിക്കുന്നു. അതിനായി ഞാൻ ഓടുന്നു എന്നാണ്. പിന്നീട് മൂന്നാമതായിട്ട് പറയാണ്, തിമോത്തിയോസേ, ഞാൻ വിശ്വസ്തനായിരിക്കുന്ന പോലെ നീയും വിശ്വസ്തനായിരിക്കണം. എല്ലാ കാര്യങ്ങളും, നിന്റെ യൗവനത്തെ നീ തുച്ഛീകരിക്കരുത്. നിന്നെ വിളിച്ച വിളിയെക്കുറിച്ച് നീ ആഴമായിട്ടുള്ള ബോധ്യമുള്ളവനായിട്ടിരിക്കണം എന്ന് പറയുക മാത്രമല്ല, നമ്മൾ ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ നമുക്ക് വലിയ താല്പര്യമാണ്. ചിലർ ഉപദേശം കൊടുക്കാൻ ഭയങ്കര സ്പെഷ്യലിസ്റ്റാണ്, വലിയ ഇൻട്രസ്റ്റാണ്. പക്ഷേ ഉപദേശം കൊടുക്കുക മാത്രമല്ല, അതിനുവേണ്ടി പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി രാപ്പകൽ പ്രാർത്ഥിക്കുകയാണ്. നീ അങ്ങനെ
നീ ഒരു ചെറുപ്പക്കാരനാണ്, നിനക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ആ വിശ്വസ്തയോടെ ഇരിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. പ്രിയമുള്ള എത്ര വലിയൊരു മാതൃകയാണ്. അതുപോലെ തന്നെ ഇത്രമാത്രം ആ വിശ്വാസത്തിൽ തിമോത്തിയോസ് വന്നു. അതിനുള്ളൊരു മുഖാന്തരം എന്താണ്? അവൻ ജനിച്ചപ്പോൾ തന്നെ ചെറിയ പ്രായം മുതൽ തന്നെ അതാ കണ്ട് തൻ്റെ ആ പൗലോസ് പ്രത്യേകമായിട്ട് ശ്ലാഘിക്കുകയാണ്. പൗലോസ് പറയാണ്, നിന്റെ അമ്മയിലും വലിയമ്മയിലും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസം നിന്നിലും ഉണ്ടല്ലോ. എത്ര നല്ല മാതൃകകളാണ് പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ഇന്ന് മാതാപിതാക്കൾക്ക് സമയമൊന്നുമില്ലാതെ ഈ ചുമതലയൊക്കെ, വിശ്വാസമൊക്കെ പഠിപ്പിക്കേണ്ട ചുമതലയൊക്കെ പാസ്റ്ററേയും മറ്റുള്ളവരെയൊക്കെ ഏൽപ്പിച്ചു പോകുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കേട്ടത് എന്താണ്? ഈ ഈ പലപ്പോഴും നമുക്കുള്ളൊരു കാര്യമാണ് ഭീരുത്വത്തിൻ്റെ ആത്മാവ്. അവരെന്തോ വിചാരിക്കും, അല്ല മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, എൻ്റെ ഇമേജ് പോകുമോ? അതൊക്കെ ഭീരുത്വത്തിൻ്റെ ആത്മാവാണ്. പൗലോസ് പറയാണ്, അങ്ങനെയുള്ളൊരു ആത്മാവിനെ അല്ല നിനക്ക് തന്നിരിക്കുന്നത്. ആ കർത്താവിൻ്റെ ധൈര്യത്തോടു കൂടെ പോകുന്ന, മനുഷ്യൻ്റെ മുഖം നോക്കാത്ത ഒരു വലിയ ആത്മാവാണ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ളൊരു ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമ്മൾ കർത്താവിൻ്റെ ദാസൻ വളരെ ശാന്തനായിട്ട് ഒക്കെ പറഞ്ഞല്ലോ. ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം നമ്മുടെ കുര്യൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇവിടെ പൂർണ്ണമാകുന്നതാണ്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ വചനം നമ്മൾ ദിവസം തോറും കേൾക്കുക, നമ്മൾ പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പോസ്റ്റ് മാസ്റ്റർ ഇച്ചിരി സ്മോളൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ പറയാം, എന്നാൽ എനിക്ക് നിങ്ങളൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, എന്നാൽ ഞാനിവിടെ ഒന്ന് പ്രസംഗിച്ചാൽ എന്താ കുഴപ്പം, എനിക്കിവിടെ ഒന്ന് പ്രസംഗിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദാസൻ പൗലോസ് പറയാണ്, നിങ്ങൾ അധികം പേരും അധ്യക്ഷന്മാരും ഇങ്ങനെ പ്രസംഗിക്കുന്നവരും ഒന്നും ആകാതിരിക്കുന്നതാണ് നല്ലതെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസന് മലയാളത്തിൽ പറഞ്ഞു, എന്നാൽ ഹിന്ദിയിലും ഗുജറാത്തിയിലും ഒക്കെയാണ് എത്രയോ വർഷങ്ങൾ കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ചത്. എന്തെല്ലാം കഴിവുകൾ കർത്താവിൻ്റെ ദാസന് കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ കുടുംബമായിട്ട് കർത്താവ് ധാരാളമായിട്ട് എടുത്ത് തൻ്റെ ദാസനെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ പ്രേരണയിൽ വന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിൽ വളരെ സന്തോഷം. ഈ ദിവസങ്ങളിൽ കർത്താവ് എല്ലാവിധ അനുഗ്രഹങ്ങളും തുടർന്ന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു.